അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വ ആലി കുല്ലിം വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ റമദാൻ ആത്മീയതയുടെ അമൃതകാലം എന്ന ശീർഷകത്തിൽ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ ആചരിച്ചു വരുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി പാപമോചനത്തിൻ്റെ നാളുകൾ അൽ അയ്യാമുൽ മഗ്ഫിറ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി വളരെ കുറഞ്ഞ സമയം സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റമദാനിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ നമുക്ക് നൽകിയത് തന്നെ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. സാധാരണക്കാരായ മനുഷ്യരായ നമുക്ക് നമ്മളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളെ പൊറുപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി മാർഗങ്ങൾ തന്നിട്ടുണ്ട്. നിസ്കാരം അതിൽപ്പെട്ടതാണ്, ഹജ്ജ്, ഉംറ, സിയാറത്ത്, നോമ്പ് എല്ലാം അതിൽപ്പെട്ടതാണ്. ഈ നോമ്പിന് തന്നെ റമദാൻ മാസത്തിലെ നോമ്പിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. നമുക്കറിയാം, സദക്കകൾ, അതേപ്രകാരം നല്ല സംസാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, അതായത് മഗ്ഫിറത്തിന് വേണ്ടിയുള്ളതാണ്. റമദാനിലെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് നമുക്കറിയാം, അത് തന്നെ മഗ്ഫിറത്തിൻ്റെ വത്താണെന്നാണ്. മഗ്ഫിറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു നമ്മളോട് പറയുന്നത്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങളെല്ലാവരും തൗബ ചെയ്യണം, മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും തൗബ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി നിങ്ങൾ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാറുകൾ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു നമ്മളോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നതോടൊപ്പം അല്ലാഹു നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചാൽ നൽകുന്നതിന് വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാണെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഇൻ നഹാർ. പകൽ തെറ്റ് ചെയ്തവളുടെ തോബ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു രാത്രിയിൽ തയ്യാറായി നിൽക്കുന്നു. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ. രാത്രി സമയങ്ങളിൽ തെറ്റ് ചെയ്യുന്നവരുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിന് വേണ്ടി, പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു പകൽ സമയത്തും സന്നദ്ധമായിരിക്കുന്നു. ഇത് ഖിയാമത്ത് നാൾ വരേക്കും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിന്റെ വിശേഷങ്ങൾ പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. റമദാനിൻ്റെ രാത്രികളെ കുറിച്ച് പറയുന്നുണ്ട്. റമദാനിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ളതാണ്. അതേ പ്രകാരം തന്നെ എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് അല്ലാഹു തആല ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. നമ്മളോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി, നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലാൻ വേണ്ടി നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിൻ്റെ റസൂൽ ധാരാളം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെല്ലുന്നത് നബിത്തങ്ങളായിട്ട് ഞങ്ങൾ കണ്ടത്, മറ്റാരെയും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ആള് നബിത്തങ്ങളായിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. എല്ലായ്പ്പോഴും ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം എന്ന് മാത്രമല്ലല്ലോ, വേറെയും ഒരുപാടുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കറിയാം. ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്ന് പ്രയോഗിക്കുന്ന ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതാണ് ഇസ്തിഗ്ഫാർ എന്ന് നമുക്കെല്ലാവർക്കും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതേപ്രകാരം ദിക്റിന്റെ ഗ്രന്ഥങ്ങളിലും തിരഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്തിഗ്ഫാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരാളുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷയത്തിലേക്ക് ഒരു കഥയിൽ കൂടി നിങ്ങളിലേക്ക് വരാം. നിങ്ങളൊക്കെ കേട്ട അറിയുന്ന ഒരു വ്യക്തിത്വമാണ് സയ്യിദു താബിഈൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം സയ്യിദു താബീൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വഹാബിയല്ല, നബി തങ്ങളെ കണ്ടിട്ടില്ല, നബിയുടെ കാലഘട്ടത്തിലല്ല അദ്ദേഹം ജനിച്ചത്. മഹാനായ ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ജനിച്ച ആളാണ്. മദീനയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ മഹദിയായ ഉമ്മു സലമ ബീവിയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഉമ്മു സലമ ബീവിയുടെ വീട്ടിലാണ് മഹാനായ
ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മാത്രമല്ല ജനിച്ചതിന് ശേഷം മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹുവിന് മധുരം നൽകിയത് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാണെന്ന് ഹദീസുകളിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു കൊടുത്തതായിട്ടും അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ വഹബ്ബിബ്ഹു ഇലന്നാസ് എന്ന് പ്രാർത്ഥിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചിട്ട് അൻസാരിയായ അദ്ദേഹം നേരെ പോയത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബസറയിലേക്കാണ്. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒന്ന് പരിചയപ്പെടുത്തി എന്നാണ്. ഇനിയും ഒരുപാട് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. ആ സയ്യിദു താബീൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അദ്ദേഹം ഇങ്ങനെ ജനങ്ങൾക്ക് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞങ്ങൾ വളരെ പ്രയാസത്തിലാണ്, ലം തുംതിർ, ഞങ്ങൾക്ക് മഴ പെയ്യുന്നില്ല. ഈ വിഷയം പറയേണ്ടത് നമുക്കറിയാം. പിന്നെ അള്ളാഹുവിനോടാണ് മഴയെ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാലും നബി തങ്ങളോട് ചോദിച്ചതും സഹാബത്തിനോട് ചോദിച്ചതൊക്കെ നമുക്കറിയാം. എന്നാൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആകാശത്ത് നിന്ന് മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഗ്ഫിറില്ലാ, നീ ഇസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അഷ്കുൽ ഫഖർ, ഞാൻ വളരെ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. അദ്ദേഹത്തോടും പറഞ്ഞു, അസ്തഗ്ഫിറില്ലാ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ മക്കളെ പ്രസവിക്കുന്നില്ല, എനിക്ക് മക്കളുണ്ടാകുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തോടും പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അസ്തഗ്ഫിറില്ലാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മഴയില്ലാത്തത് കൊണ്ട് ഭൂമിയിൽ നിന്ന് ഒരു സാധനം മുളച്ചു പൊന്നുന്നില്ല, ഞങ്ങൾ കാലികൾക്കൊക്കെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇസ്തഗ്ഫിറില്ലാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പരാതികൾക്കും ഒരു മറുപടിയാണ് ഇസ്തഗ്ഫിറില്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫഖുൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. എല്ലാറ്റിനും പരിഹാരം പരിശുദ്ധ ഖുർആൻ പറയാണ്, മഴ വർഷിക്കാനും മക്കളുണ്ടാവാനും സമ്പത്ത് വർദ്ധിക്കാനും അതേ പ്രകാരം എല്ലാറ്റിനും പരിഹാരം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? ആരോഗ്യമുണ്ടാവാനും നിങ്ങൾ ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെല്ലണമെന്നാണ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ പ്രയാസത്തിനും എല്ലാ വിഷമങ്ങൾക്കും എല്ലാത്തിൽ നിന്നും പരിശുദ്ധ ഖുർആനും നബി തങ്ങളും നമ്മളെ പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നബി തങ്ങൾ തന്നെ ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 പ്രാവശ്യമെന്നും 100 പ്രാവശ്യമെന്നും അതിൽ കൂടുതലും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പകുതിയിലേക്ക് കിടക്കുമ്പോൾ നമ്മളും ധാരാളം വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാറുകൾ. അങ്ങനെ പാപമോചിതരായി സന്തോഷത്തോടു കൂടി ഈ റമദാനിനെ നമുക്ക് പറഞ്ഞയക്കണം. നമ്മളും പാപമോചനത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് മോചിതരായിക്കൊണ്ട് രക്ഷപ്പെടണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.